നാഷൻസ് ലീഗിന്റെ കലാശപ്പോരിന് മുമ്പ് ലാമിൻ യമാലിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിച്ചതായിരിക്കും. സ്പെയിന്റെ ജേഴ്സിയിൽ കൈകൾ ഉയർത്തി നിൽക്കുന്ന യമാലിന്റെ ഫോട്ടോക്ക് മുകളിൽ ബോൺ ഫോർ ദിസ് എന്ന തലക്കെട്ടും ചർച്ചയായിരുന്നു. മത്സരം കഴിയും മുമ്പ് തന്നെ വിജയിക്കുമെന്ന കോൺഫിഡൻസ് ആ പയ്യന്റെ ഉള്ളിൽ പ്രകടമായിരുന്നു. പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന ശൈലി ലാമിനിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് സ്പെയിൻ്റെ കിരീട നേട്ടം തന്നെയായിരുന്നു. ലൂയിസ് തലാഹുവിൻ്റെ യുവനിര അതിന് സാധിക്കുന്നവരായിരുന്നു എന്നതിലും വലിയ തർക്കമില്ല. ഒരുപറ്റം യുവ ടാലന്റുകൾക്ക് മുമ്പിൽ മറുപുറത്തുള്ള പറങ്കികൾ തകർന്ന് തരിപ്പണമാകുമെന്ന പ്രവചനങ്ങളും മത്സരത്തിന് മുമ്പേ ഉയർന്നിരുന്നു. താരസമ്പന്നമായ ഫ്രാൻസിനെ തകർത്ത സംഘക്കാർക്ക് എന്ത് പോർച്ചുഗലെന്ന് അധിക്ഷേപിച്ചവരും ഏറെ. എന്നാൽ വിമർശകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രകടനമായിരുന്നു പോർച്ചുഗൽ പുറത്തെടുത്തത്. സ്പെയിന്റെ ചോരത്തിളപ്പിനോട് മുട്ടാൻ സാധിക്കുമെന്ന താരങ്ങൾ സമീപകാല ഫുട്ബോളിൽ പോർച്ചുഗലിനോട് ഒപ്പമുണ്ടെന്നത് അവർ മറന്നു കാണണം. ഒരു ക്ലാസിക് പോരാട്ടം. സ്പെയിനിന്റെ പൂർണ്ണാധിപത്യത്തിന് ഒരു നിമിഷം പോലും അവസരം നൽകാതെ കൃത്യമായ പദ്ധതികളുമായി രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം. ക്രിസ്ത്യാനോ എന്ന മനുഷ്യനെ മുൻനിർത്തി റോബർട്ടോ മാർട്ടിനസ് മെനഞ്ഞ തന്ത്രങ്ങൾ 11 പേരും ചേർന്ന് കൃത്യമായി മൈതാനത്ത് നടപ്പാക്കി. ഫ്രാൻസിനെ തകർത്ത ലാഘവത്തോടെ പോർച്ചുഗലിനെയും തരിപ്പണമാക്കാനെന്ന മോഹവുമായി എത്തിയ സ്പാനിഷ് സംഘം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയാണ് അവർക്ക് ലഭിച്ചത്. റൈറ്റ് വിങ്ങിൽ യമാൽ എന്ന അപകടകാരിയെ തളക്കാൻ ന്യൂനോ മെൻഡസിന് എന്താണോ കോച്ച് ഏൽപ്പിച്ചത് അതയാൾക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചു. യമാലിന്റെ ഇടംകാലിന് മുമ്പിൽ പറങ്കിപ്പടയുടെ പ്രതിരോധം ആടിയുലമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റുപറ്റി. ആ ടീനേജുകാരൻ്റെ മൂർച്ചയേറിയ പല ആക്രമണങ്ങളും ചെറുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഒപ്പം ഈ മനുഷ്യന്റെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം. യമാലിനെ തളയ്ക്കുന്നതോടൊപ്പം മുന്നേറ്റത്തിൽ സ്കോർ ചെയ്തും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി അയാൾ മാറി. പോർച്ചുഗലിന്റെ 2 ഗോളിനും തന്റെ പങ്കാളിത്തം ഉറപ്പിച്ച ഒരു അൺറേറ്റഡ് പ്ലെയർ. നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ്. തോറ്റു നിൽക്കുന്ന പറങ്കിപ്പടയെ സമനില ഗോളിലൂടെ അയാൾ പോർച്ചുഗലിനെ തിരിച്ചു കൊണ്ടുവന്നത് 2 തവണയാണ്. അയാളുടേതായ ബ്രില്യൻസിലൂടെ മാത്രം നേടിയ 2 എണ്ണം. ന്യൂനോ മെൻഡസിന്റെ ക്രോസിന് ക്രിസ്ത്യാനോയുടെ കൃത്യമായ പൊസിഷനിംഗ് ആണ് രണ്ടാമതും മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പോർച്ചുഗലിന് സാധിച്ചത്. നാഷൻസ് ലീഗ് മോഹവുമായി എത്തിയ യമാലിന് മുമ്പിലൂടെ തന്നെ റോണോ പന്തുമായി ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവരെ എല്ലാം തുരത്തിയ ഈ 17കാരൻ പക്ഷേ ക്രിസ്ത്യാനോ എന്ന 40കാരന് മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്നു. 2-2 രണ്ടാം പകുതിയും എക്സ്ട്രാ ടൈമും കഴിഞ്ഞതോടെ മത്സരത്തിന്റെ വിധി നിർണയം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നു. ഒടുക്കം മൊറാട്ടയുടെ പെനാൽറ്റി സേവ് ചെയ്ത് പോർച്ചുഗൽ 2ാം തവണയും നാഷൻസ് ലീഗ് ജേതാക്കളാവുകയുണ്ടായി. ക്രിസ്ത്യാനോയുടെ ഐതിഹാസിക കരിയറിലേക്ക് മറ്റൊരു ഇന്റർനാഷണൽ കിരീടം കൂടി ചേർത്തെഴുതുകയാണ്. സ്പെയിനിന്റെ ആധിപത്യം പ്രതീക്ഷിച്ചവർ കണ്ടത് തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു. നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്കോറുള്ള പോർച്ചുഗലിനെ വരുന്ന മത്സരങ്ങളിലെല്ലാം എതിരാളികൾ ഭയക്കേണ്ടതുണ്ട്. ഓരോ പൊസിഷനിലും കൈകാര്യം ചെയ്യുന്നത് ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും പ്രഗത്ഭരാണ്. ഒപ്പം നായകൻ ക്രിസ്ത്യാനോയും. തെളിയിക്കാൻ പലതുമായി ലോകകപ്പിലേക്കും പോർച്ചുഗൽ സജ്ജരാവുകയാണ്.